നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാൻ, നമ്മൾ പറയുന്നതൊക്കെ അവർ കേൾക്കാൻ. അതുപോലെ അള്ളാഹുവോട് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് അള്ളാഹു നമുക്ക് ഉത്തരം നൽകാൻ. അതുപോലെ കേൾവിക്കുറവിന് പരിഹാരമായി നമ്മുടെ മഹാന്മാർ നിർദ്ദേശിച്ച അത്ഭുതകരമായ ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയാണ്, പരിചയപ്പെടുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായി കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഉസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. അല്ലാഹുവേ, ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നീ സഫലമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 27ാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 27ാമത്തെ ഇസ്മ നമുക്കറിയാം. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരി യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹാർ യാ വഹാബ് യാ റസാഖ് യാ ഫത്താഹ് യാ അലീം യാ ഖാബിൽ യാ ബാസിത്ത് യാ ഖാഫിൽ യാ റാഫി യാ മുഇസ് യാ മുദിൽ യാ സമീഅ. സമീഅ എന്നുള്ളതാണ് 27ാമത്തെ ഇസ്മ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ സമീഅ എന്നുള്ള വാക്ക് ധാരാളം സ്ഥലങ്ങളിൽ, ഒരുപാട് സൂറത്തുകളിൽ, ഒരുപാട് ആയത്തുകളുടെ ഒടുവിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ലുഖ്മാനിൽ കാണാം ഇന്നല്ലാഹു സമീഉൻ ബസീർ. സൂറത്തുൽ ബഖറയിൽ കാണാം ഇന്നല്ലാഹു സമീഉൻ അലീം. സൂറത്ത് ഇബ്രാഹിമിൽ കാണാം ഇന്ന റബ്ബി ലസമീഉ ദുആ. സമീഅ എന്നുള്ള ഇസ്മ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സമീഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സമീഅ കേട്ടു, സമീഅ കേൾക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ത് കേൾക്കുന്നവൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകൾ കേൾക്കും. നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, അദ്കാറുകൾ, സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാർ, അതുപോലെ നാം ചെയ്യുന്ന തിന്മകൾ, നമ്മുടെ നാവ് സംസാരിക്കുന്ന തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. അല്ലാഹുവിൻ്റെ അടിമകളാകുന്ന നമ്മുടെ സങ്കടങ്ങളെ അല്ലാഹു കേൾക്കും. നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ അഭിലാഷങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. അപ്പൊ കേൾക്കുന്നവൻ എന്നാണ് സമീഅ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിന്റെ അർത്ഥം. ഇതിന്റെ അദദ് വരുന്നത് 180 ആണ്, സീന് 60 ആണ്, മീമ് 40 ആണ്, ഐന് 70 ആണ്. ടോട്ടൽ 180 ആണ്. ഒരുപാട് അമലുകൾ സമീഅ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. കേൾവിക്കുറവിന് സമീഅയിൽ പരിഹാരമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ, നമുക്കൊരു ആവശ്യം പെട്ടെന്ന് നടന്നു കിട്ടണം എന്നുണ്ട്, സമീഅ എന്നുള്ള ഇസ്മിൽ പരിഹാരമുണ്ട്. കുട്ടികൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മൾ പറയുന്നത് കുട്ടികൾ പൂർണ്ണമായും അനുസരിക്കാൻ സമീഅ എന്നുള്ള ഇസ്മിൽ അത്ഭുതകരമായ പരിഹാരമുണ്ട്. ഏതാനും ചില അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത് കേൾവിക്കുറവിന്. കേൾവിക്കുറവ്, കാഴ്ചക്കുറവൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. പ്രത്യേകിച്ച് പ്രായം കൂടുന്തോറും കേൾവിക്കുറവ് പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. അതൊരു ന്യൂനതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് കേൾവി എന്നുള്ളത്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അത് നഷ്ടപ്പെട്ടു എന്ന് മറ്റുള്ളവർ അറിയുന്നത് ഇത് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. എന്ന് പറഞ്ഞാൽ പല ആളുകളും കേൾവിക്കുറവ് നഷ്ടപ്പെട്ട പല ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ കേൾവിക്കുറവ് അവർക്കുണ്ട് എന്ന് മറ്റുള്ളവർ, നമ്മൾ അറിയുന്നത്, അവരിഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അപ്പൊ കേൾവിക്കുറവ് മാറിക്കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് സമീഅ എന്നുള്ള ഇസ്മിന്റെ സുലാസി രൂപത്തിൽ കളമടക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റുഭാഗം ഒരു പേപ്പറിൽ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ ചുറ്റുഭാഗം 180 തവണ സമീഅ എന്നുള്ള ഇസ്മിനെ നമ്മൾ എഴുതുക. അതിനുശേഷം 180 തവണ യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ട്
ആ പേപ്പറിലേക്ക് മന്ത്രിച്ച് അതൊരു ഏലസായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കേൾവിക്കുറവിന് പരിഹാരമുണ്ടാകും. ഒരു ആത്മീയമായ ചികിത്സാ രീതിയാണ് നമ്മുടെ ഉലമാക്കൾ മഹാന്മാർ ഇജാസത്ത് പ്രകാരം കൈമാറിയ അത്ഭുതകരമായ ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് കേൾവിക്കുറവ് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മളിത് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെ ചെയ്യാനും തവക്കുലോടെ ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് ഉത്തരം കിട്ടാൻ. നമുക്കൊരു ആവശ്യം നേടിയെടുക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം നീങ്ങിക്കിട്ടാനുണ്ട്, നമ്മുടെ ഒരു വലിയ സ്വപ്നം പൂവണിയാനുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ ഒരു വലിയ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാനുണ്ട്. ദുനീവിയായ ആഗ്രഹമാകട്ടെ, ഉഖർവിയായ ആഗ്രഹമാകട്ടെ, ഏതുമാകട്ടെ. ദുനീവിയായ ആഗ്രഹം എന്ന് പറയാൻ നമുക്കറിയാം, ജോലി, വീട്, വാഹനങ്ങൾ, വിസ, ലീവ്, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഹജ്ജ്, ഉംറ, ഇങ്ങനെയുള്ള ആത്മീയമായ ആവശ്യങ്ങളാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ, ഏത് സങ്കടങ്ങൾക്കും പരിഹാരം, ഏത് ആവശ്യങ്ങൾക്കും പെട്ടെന്ന് റിസൾട്ട്, അല്ലാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കേൾക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം നൽകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, വെള്ളിയാഴ്ച ദിവസത്തിൽ ളുഹാ നമസ്കാരത്തിന് ശേഷം 500 പ്രാവശ്യവും. വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ നേതാവാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ ളുഹാ സമയത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ആ സമയത്ത് ളുഹാ നിസ്കാരത്തിന് ശേഷം ഒരു 500 തവണയും, അതേ ദിവസം തന്നെ രാത്രിയിൽ ഒരു 500 തവണയും നമ്മൾ ചൊല്ലിയിട്ട്, ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്. സമീ എന്നുള്ള ഇസ്മിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഇസ്മിന്റെ കൂടെ ചേർത്തിയിട്ട്, യാ സമീ ഓ യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ സമീ ഓ യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാ സമീ ഓ യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ രൂപത്തിൽ ചൊല്ലിയിട്ട് 500 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് കേൾക്കും, നമ്മുടെ സങ്കടങ്ങൾക്ക് അള്ളാഹു പെട്ടെന്ന് പരിഹാരം നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് കുട്ടികൾ അനുസരിക്കാൻ വേണ്ടി. മക്കൾ അനുസരണക്കേട് കാണിക്കുകയാണെന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്, ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. സ്കൂളിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകാതെ കിടന്നുറങ്ങാണ്, അല്ലെങ്കിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നന്മകൾ ചെയ്യുന്നില്ല, നിസ്കരിക്കുന്നില്ല. ഉദാഹരണം, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, മക്കൾ അനുസരിക്കുന്നില്ല. അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടില്ലെന്ന് പിന്മാറാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. നമ്മൾ പറയുന്നത് മക്കൾ അനുസരിക്കാൻ, മാതാപിതാക്കൾ പറയുന്ന, മാതാപിതാക്കൾ വരക്കുന്ന വരയിൽ നമ്മുടെ മക്കൾ നിൽക്കാൻ. എല്ലാ ദിവസവും 5 നേരം നമസ്കാര ശേഷം 180 തവണ യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ നമ്മൾ കൊണ്ടുവരിക, ചൊല്ലുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കേൾക്കും. ആ ഒരു നിയ്യത്തിൽ നമ്മൾ ചൊല്ലിയാൽ മതി. അള്ളാഹു റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമീഉ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ അതിശയിപ്പിക്കുന്ന ഒരുപാട് അമലുകൾ ഇനിയും നമുക്ക് സംസാരിക്കാനുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.